ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പരിപ്പ് മുരിങ്ങക്കറി ആയാലോ. അതിന് വേണ്ട സാധനങ്ങൾ: 100 ഗ്രാം പരിപ്പ്, അരമുറി തേങ്ങ ചിരുവിയതും, 3 മുരിങ്ങയ്ക്ക വൃത്തിയാക്കിയെടുത്തതും, ആവശ്യത്തിന് തക്കാളി. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. കറിയുടെ പുളി അനുസരിച്ച് നമുക്ക് തക്കാളി കൂട്ടാം. അതിനുശേഷം ഒരു മൺചട്ടിയിലേക്ക് മുരിങ്ങക്കായും തക്കാളിയും ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തി നന്നായി ഇളക്കാം. കഷ്ണങ്ങൾ വേവാനായി ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. കഷ്ണങ്ങൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. അതിനുശേഷം വേവിച്ചു മാറ്റിവെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്താൽ പിന്നെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പരിപ്പിട്ട് ഇളക്കിയാൽ തന്നെ കറിക്ക് നല്ല മണമാണ്. ഏകദേശം 2 മിനിറ്റ് ഇളക്കിയ ശേഷം അരച്ചു മാറ്റിവെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരയ്ക്കുമ്പോൾ 1 സ്പൂൺ ജീരകം കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റും നല്ല മണവും കറിക്കുണ്ടാകും. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മളുടെ കറി തിളച്ച് പാകമായിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ വെച്ച് കറിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 സ്പൂൺ കടുകിട്ട് 2 വറ്റൽമുളകും 6 ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. ഉള്ളിയും മുളകും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കടുക് വറക്കുമ്പോൾ തന്നെ നല്ല മണം വരുന്നതായിട്ട് കാണാം. ഏകദേശം നമ്മുടെ ഉള്ളി എല്ലാം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം കുറച്ചു നേരം ഇളക്കാതെ തന്നെ അടച്ചു വെച്ചാൽ കറിക്ക് മണവും ഗുണവും കൂടുമെന്നാ പണ്ടത്തെ പ്രമാണം. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ.